ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവള് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം അത് ഫേക്കാണ് എന്ന് ഉറപ്പിക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഓരോ സയൻസും ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ സയൻസും ഉണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4-5 സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി കാണിക്കുന്ന സ്നേഹം ഫേക്ക് ആയിരിക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളെ ഒരിക്കലും ഒരു കാര്യത്തിനും കോംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, ചില ആളുകൾ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് കുറവായിരിക്കും. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്യും, അത്രക്കും ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് യാതൊരു കാര്യത്തിലും കോംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കാവാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാവാം. ഇനി അതല്ല, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ നേടുന്ന സമയത്ത് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാവാം, അതിനൊരു കോംപ്ലിമെൻ്റ് നിങ്ങൾക്ക് തരുന്നതാവാം. അങ്ങനെ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും, എന്ത് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും യാതൊരു മൈൻഡും ഇല്ല, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുന്നില്ല, ഇനി പറയുന്നത് പോട്ടെ, അതിലൊരു സന്തോഷമൊന്നുമില്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം ഫേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, അവർ എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് ഉള്ള പോലെ ആയിരിക്കും. അഥവാ മൂഡ് ഓഫായ പോലെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു എനർജി അവർക്കില്ല, നിങ്ങളോടൊരു താല്പര്യം കാണിക്കുന്നില്ല, കുറച്ചൊരു ഡിസ്റ്റൻസിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അതുപോലെ തന്നെ സംസാരിക്കുന്നത് ഒക്കെ ആ ഒരു സംസാരത്തിലും തൊട്ടടുത്ത് നിൽക്കലിലും ഒക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഒരു ഫേക്ക് പ്രണയമാണ്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ആണ് ഷോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ സ്വാഭാവികമാണ് ചെറിയ രീതിയിലുള്ള ഫൈറ്റുകൾ, ആർഗ്യുമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉടനടി പറയുക, ഇത് ശരിയാവത്തില്ല കേട്ടോ, എനിക്ക് ഓക്കെ ആവുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാം. അങ്ങനെ എന്ത് ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ബ്രേക്കപ്പ് എന്നുള്ള ടോക്ക് കൂടുതലായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളോട് ഷോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ പേഴ്സണലായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനവും ഒക്കെ ആയിരിക്കും. പക്ഷേ പബ്ലിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും. വേറെ ആരെങ്കിലും നിങ്ങളെ പരസ്പരമുള്ള ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് ജെന്യൂനായിട്ടുള്ള ഒരു സ്നേഹമാവാൻ മേ ബി ഒരു പ്രയാസമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതർ കാസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല കേട്ടോ എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇനി അതൊന്നും പറയാതെ തന്നെ അങ്ങനെ അവരെ അറിഞ്ഞു കഴിഞ്ഞാലോ പറഞ്ഞു കഴിഞ്ഞാലോ ഒന്നും യാതൊരു വിഷയവുമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, എങ്കിൽ കൂടി മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് കാണിക്കാതെ അത് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെയധികം സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അവരാരോടും പറയത്തില്ല നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ മുഴുവൻ കാര്യങ്ങളൊന്നും നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഷെയർ ചെയ്യത്തില്ല. ചോദിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയായിരിക്കും. ഒരുപാട് സീക്രട്സുകളൊക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, നിങ്ങളെ നന്നായിട്ട് വായി നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുമായിട്ട് ഡേറ്റിങ്ങിന് വരുന്നുണ്ടായിരിക്കും, എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സുഹൃത്ത് എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്, ഒരു പ്രണയമാണ് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നിക്കാം, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിന് നമ്മളൊരു ലേബൽ ഇടുമല്ലോ,
ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ബെസ്റ്റി, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ കല്യാണം കഴിക്കും, അങ്ങനെയൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിനൊരു ലേബൽ ഇടുന്ന സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. ഇതങ്ങനെയൊന്നും പറയാതെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ വരുമ്പോൾ അതൊന്ന് പതിയെ പിന്മാറി, എടാ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പല ആളുകളുണ്ട്. എന്നാൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അവിടെ ഡേറ്റിംഗ് നടക്കുന്നുണ്ടാവും, ഫ്ലേട്ടിങ് നടക്കുന്നുണ്ടാവും, എല്ലാം നടക്കുന്നുണ്ടാവാം ചിലപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പിലോട്ട് കമ്മിറ്റഡ് ആവാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളും ആ ഒരു പ്രണയം ഫേക്ക് ചെയ്യുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ കൂടി മറ്റുള്ള വ്യക്തികളെ പ്രണയിക്കുക, അവരെ ഫ്ലേർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ കണ്ണിൽ പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് സഹിതം നിങ്ങൾക്ക് ലഭിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഫേക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഒരാളോട് ആ ഒരു ഇഷ്ടവും പ്രണയവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടായിരിക്കും കൂടുതലായിട്ടും ഒരു അടുപ്പം ഉണ്ടായിരിക്കുക. ബാക്കിയൊക്കെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള ഒരു ആംഗിളിലായിരിക്കും ആളുകൾ കാണുന്നുണ്ടായിരിക്കുക. അത് കരുതി അവരോട് സംസാരിക്കേണ്ട, മിണ്ടണ്ട അങ്ങനെയൊന്നുമല്ല. ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് കൊണ്ടോ മിണ്ടുന്നത് കൊണ്ടോ ഒന്നും യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളോടുള്ള ആ ഒരു സെയിം അറ്റാച്ച്മെൻറ്റ് എല്ലാവരോടും തോന്നുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങളോട് മാത്രമാണ് ഉള്ളതെങ്കിൽ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് മാത്രമാണെങ്കിൽ അത് റിയൽ പ്രണയമാണ്. അതല്ല അതേ അറ്റാച്ച്മെൻറ്റ് വേറെ ആളുകളോടും തോന്നുന്നുണ്ടെങ്കിൽ അത് ഫേക്കാണ്. സോ ഇപ്പോൾ ഏകദേശം 5-6 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സയൻസ് ഉണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് ഒരു 4-ലധികം സയൻസ് ഉണ്ടെങ്കിൽ ഫേക്കാണെന്ന് മനസ്സിലാക്കുക, രക്ഷപ്പെട്ടോളുക. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു വ്യക്തി തന്നെ വേണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടൊരു പ്രണയം വേണം, ഇഷ്ടം വേണം, ഒരു അട്രാക്ഷൻ വേണം, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 രീതിയിലാണെങ്കിലും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം എന്താണോ ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മുകളിൽ കാണുന്ന നമ്പറിലോട്ട് സഹായത്തിന് വേണ്ടി വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതല്ല ഏത് തരത്തിലുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ടോ, അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കൗൺസിലിങ്ങിനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ സഹായിക്കുന്നതാണ്. മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു, നമസ്തേ.